ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പെൻ പാൽ വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പെൻ പാൽ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ലെറ്റർ എഴുതാനുള്ള പേപ്പർ ഞാൻ ഇതേപോലെ സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലെറ്റർ അയക്കുന്നത് മലപ്പുറത്തുള്ള ഷെന്ന എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് കേട്ടോ. ആൾക്കൊരു ക്യൂട്ട് വിൻറ്റേജ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉണ്ട്. ആളുടെ ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അടിപൊളി വീഡിയോസാണ് കേട്ടോ. എന്താ പറയുക, പ്രത്യേകിച്ച് പെൻ പാലൊക്കെ എനിക്ക് ആളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പെൻ പാലിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ക്യൂട്ട് ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ബട്ട് അതിലൊരു മെയിൻ ഇതെന്ന് പറയുന്നത് ഈ ഒരു ലെറ്ററാണ്. അപ്പോൾ ഞാൻ ഓരോന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ലെറ്റർ സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് ലെറ്റർ എന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലെറ്റർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഞാൻ ഇതേപോലെ നമ്മുടെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ക്യാരി ബാഗ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ എക്സ്ട്രാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഇങ്ങനെ മിക്സായി കിടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു എൻവലപ്പ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്റ്റാമ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഫ്ലോറൽ ഇതിൽ വരുന്ന ഒരു സ്റ്റാമ്പാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ആ ഒരു എൻവലപ്പ് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു ആൽഫബറ്റ് സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിൽ ജസ്റ്റ് എക്സ്ട്രാസ് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലാണ് നമ്മൾ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ബ്രൗൺ ക്യാരി ബാഗ് പോലത്തെ ഈ ഒരു കുഞ്ഞ് ഇതിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാസ് ആയിട്ട് എന്തൊക്കെയാണ് വെക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പ്രിൻറ്റഡ് പേപ്പേഴ്സാണ് വെക്കുന്നത്. കുറച്ച് റാൻഡം വാൾപേപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് പേപ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഒരു ലാവൻഡർ പേർപ്പിൾ തീമിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെ വീണ്ടും ഞാൻ കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും പിന്നെ എനിക്കെന്തോ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് എത്ര വെച്ചിട്ടും തികയുന്നില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേറെയും കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്, കുറച്ച് ഫാഷൻ ഗേൾ സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പിങ്ക് ഈഫേൽ ടവറും ആ ഒരു പിങ്ക് ബട്ടർഫ്ലൈയും കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എക്സ്ട്രാസ് ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ഒരു എൻവലപ്പ് ജസ്റ്റ് ഒരു വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് പാക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് വന്നാലോ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു വാഷി ടേപ്പിൻ്റെ 2 പീസ് എടുത്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് പിന്നെ നമുക്ക് കുറച്ച് വാഷി ടേപ്പിൻ്റെ സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ടാഗ് പോലത്തെ ഒരു പ്രിൻറ്റഡ് സംഭവം, അതേപോലെ ഒരു ബ്രൗൺ പേപ്പറും, രണ്ടെണ്ണത്തിലും ഞാൻ കുറച്ച് വാഷി ടേപ്പ്സ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സാമ്പിൾസായിട്ട്.
എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 2 പിങ്കിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു 2 പ്രിൻറ്റഡ് വാഷി ടൈപ്സും പിന്നെ ഞാനൊരു 3 ഗ്രീൻ തീമിലുള്ള കുറച്ച്, അതായത് വേറെ വേറെ സൈസിലുള്ളതാണ് കേട്ടോ. ഒരെണ്ണം കുറച്ച് വീതിയുള്ളത്, പിന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് ഗ്രീനിൽ വരുന്ന ഒരു വാഷി ടേപ്പ്, അതേപോലെ പിന്നെ ഒരു വിൻറ്റേജ് ടച്ച് വരുന്ന ഒരു വാഷി ടേപ്പ്. അങ്ങനെ ഒരു ഏകദേശം ഒരു 5 സാമ്പിൾസാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വാഷി ടേപ്സിൽ. അങ്ങനെ വാഷി ടേപ്പ് സാമ്പിൾസ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അടുത്ത് പിന്നെ ഞാനിങ്ങനെ കുറേ വിൻറ്റേജ് സ്റ്റഫ്സ് വാങ്ങിയ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പോസ്റ്റ് കാർഡ്സിൻ്റെ, ഇങ്ങനെ വെറൈറ്റി ഓഫ് ഡിസൈൻസിൽ വരുന്ന കുറേ പോസ്റ്റ് കാർഡ്സിൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇതിലേക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു 2 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 2 പോസ്റ്റ് കാർഡ്സ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണേലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചും പിന്നെ എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങളും കൂടെ വെച്ചിട്ടാണ് ഞാനിതിൽ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ വിൻറ്റേജ് സ്റ്റഫ്സൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണിത്. അപ്പോൾ അതിനും കൂടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വിൻറ്റേജ് പേപ്പേഴ്സ്, അങ്ങനെ ഒരു കളക്ഷൻ, ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ അതിന് ഞാനൊരു 2-3 പേപ്പേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ആൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് ഞാനായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്, അല്ലാതെ ഇതൊന്നും അങ്ങനെ പെൻപാലിൽ അങ്ങനെ ഇതില്ല. ഇത് ഞാൻ ജസ്റ്റ് ആളോടുള്ളൊരു ഇഷ്ടം കൊണ്ട് എൻ്റെ കൈൻഡ് ഓഫ് ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഞാൻ റെസിനാട്ട് വെച്ചിട്ട് ആളുടെ പേര്, ഷെന്ന എന്നുള്ള പേര് ആക്രിലിക് കട്ടൗട്ടിൽ കൊടുത്തിട്ട് ഞാനൊരു ബ്ലാക്ക് തീമിലൊരു കീ ചെയിൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് ആൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു എൻ്റെ കൈൻഡ് ഓഫ് ഒരു ടോക്കൺ ഓഫ് ലവ് കൊടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊരു ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടല്ല, ചെറിയൊരു രീതിയിൽ അതിങ്ങനെ ആകെ അതിൻ്റെ ഉള്ളിൽ കിടന്നതാവണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റാമ്പും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പെൻപാലിൽ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് 2 പേപ്പർ വെച്ചിട്ട് ഒരു റിബൺ വെച്ചിട്ട് ടൈ ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള പേപ്പറിൽ ഞാൻ ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസൊന്നും കൂടെ സ്റ്റാമ്പ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫുൾ ഓഫ് നമ്മുടെ ചോയ്സസ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. ചിലവർ അവരുടെ പ്ലേലിസ്റ്റ് ഇതെയും, അതേപോലെ ഫേവറേറ്റ് ബുക്സ് കാര്യങ്ങൾ, അങ്ങനെ പലതും ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് ആളെടുത്ത് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബാക്കി ഏകദേശം പരിപാടികളൊക്കെ ഒന്നിതായിട്ടുണ്ട്. ഇനി ഞാനിത് മൊത്തത്തിലിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം സൈസിലുള്ള ഒരു എൻവലപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എൻവലപ്പിലാണ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ എൻവലപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് അതിൻ്റെ പുറത്ത് ഇത് പിന്നീട് നമ്മൾ വേറെ ആയിട്ട് പാക്ക് ചെയ്യൊന്നുമില്ല, ഇത് ഇങ്ങനെ തന്നെ അയക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് അവരുടെ അഡ്രസ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ, മീൻസ് നമ്മൾ കത്രിക യൂസ് ചെയ്യാതെ കൈ വെച്ചിട്ട് തന്നെ കീറിയിട്ട് ആ ഒരു വിൻറ്റേജ് ഇത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ കീറിയിട്ട് സ്റ്റിക്ക് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഫീൽ തോന്നാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ 2 ക്യൂട്ടായിട്ടുള്ള ഗേൾസ് നിൽക്കുന്ന ഒരു സ്റ്റിക്കർ അതിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ഒരു വിൻറ്റേജ് പേപ്പർ ഇതേപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കീറിയെടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എനിക്ക് ഇങ്ങനത്തെ സ്റ്റാമ്പ്സ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഹലോ എന്നുള്ളൊരു സ്റ്റാമ്പും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്ട്രാസും ക്വസ്റ്റ്യൻസും അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഇങ്ങനെ അതിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് എനിക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കാർഡും കൂടെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി അത്രയേ ഉള്ളൂ. അങ്ങനെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനിത് നമ്മുടെ വാക്സിൽ യൂസ് ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. സീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാക്സ് ഇതേപോലെ ഇത് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സീൽ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ ആ ഒരു വൈറ്റ് പോർഷനിൽ ടു അഡ്രസ്സും അതേപോലെ പിന്നെ ജസ്റ്റ് ഫ്രം അഡ്രസ്സും എഴുതുകയാണ്. അപ്പോൾ നമ്മുടെ പെൻപാൽ ലെറ്റർ ഇത് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഒക്കെ എഴുതി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഓർഡിനറി പോസ്റ്റ് വഴി അയക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ബൈ.